യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. റഷ്യയിലെ ഏറ്റവും ഉയരമേറിയ ആ കെട്ടിടത്തിന്റെ പേര് ഒസ്താക്കിനോ ടവർ എന്നാണ്. ലോകത്തെ ഏറ്റവും ഉയരമേറിയ ടവറുകളിൽ 4ാമതാണ് ഒസ്താക്കിനോയുടെ സ്ഥാനം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഭാരതീയർക്ക് അഭിമാനമേകുന്ന കാഴ്ചയാണ് ഒസ്താക്കിനോയിൽ ദൃശ്യമായത്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഒസ്താക്കിനോ ടവറിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ ഭരണകൂടം. ഒസ്താക്കിനോ ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1771 അടി ഉയരമുള്ള കെട്ടിടത്തിലാണ് ഭാരതീയരുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക തിളങ്ങി അങ്ങനെ നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷങ്ങളാണ് റഷ്യൻ സർക്കാർ സംഘടിപ്പിച്ചിരുന്നത്. ഗുജറാത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന ഗർബ നൃത്തവും പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരുന്നു. 1771 അടി, അതായത് ഏകദേശം 540 മീറ്റർ വരെ ഉയരുന്ന ഒസ്താക്കിനോ ടിവി ടവർ ലോകത്തിലെ 4ാമത്തെ ഉയരവും യൂറോപ്പിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയർന്നതുമാണ്. 1967 പ്രശസ്ത സോവിയറ്റ് എഞ്ചിനീയർ നിക്കോളായ് നിക്കിറ്റിനാണ് ഈ ടവർ സ്ഥാപിച്ചത്. റഷ്യയിലെ ഏറ്റവും ഉയർന്ന ഫ്രീ സ്റ്റാൻഡിംഗ് കെട്ടിടം എന്ന നിലയിൽ ഇത് റഷ്യൻ പ്രക്ഷേപണത്തിന്റെ പ്രശസ്തമായ പ്രതീകമാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു ലാൻഡ്മാർക്കും മോസ്കോയിൽ ചെല്ലുന്നവരൊക്കെ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലവുമാണ്. നേരത്തെ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്റൂറോവ് വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണമാണ് നൽകിയത്. റഷ്യൻ പ്രഥമ ഡെപ്യൂട്ടി മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്ക് അതേ കാറിലാണ് അനുഗമിച്ചത്. റഷ്യൻ തലസ്ഥാനത്തെത്തിയ മോദിക്ക് ഇന്ത്യൻ സമൂഹം വലിയ ഒരു വരവേൽപ്പാണ് നൽകിയത്. മോസ്കോയിൽ അവിസ്മരണീയമായ സ്വാഗതം. ഇന്ത്യൻ സമൂഹത്തിന്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പ്രധാനമന്ത്രി തനിക്ക് ലഭിച്ച ആ ഒരു സ്വീകരണത്തിന് ശേഷം എക്സിൽ പോസ്റ്റ് ചെയ്തത്. 2019 ശേഷം മോദിയുടെ ആദ്യ റഷ്യ പര്യടനമാണ്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തേതും 3ാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തേതുമായ സന്ദർശനമാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളാണ് നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ റഷ്യൻ സന്ദർശനത്തിന് ഉള്ളത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് റഷ്യൻ സൈന്യം പ്രധാനമന്ത്രിയെ വരവേറ്റത്. മോസ്കോ വിമാനത്താവളത്തിലെത്തിയ മോദിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്റൂറോവ് സ്വാഗതം ചെയ്തു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അതെന്തായാലും കൂടുതൽ ദൃഢമാകാനാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുമ്പോൾ അത് വെറുമൊരു കുറിപ്പല്ല എന്ന് നമുക്ക് ഈ സ്വീകരണത്തിൽ നിന്നും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്ന ഈ ഒരു പ്രാധാന്യത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യയിലെ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലേക്ക് തിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് ഈ സന്ദർശനങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും. റഷ്യയിലും ഓസ്ട്രേലിയയിലുമുള്ള ഇന്ത്യൻ ജനത അവരുമായി സംസാരിക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയ മോദി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും നയതന്ത്രജ്ഞരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ശരിക്കും ഇതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിനും ഇനിയുള്ള ഓരോ പ്രശ്നങ്ങളിലും ഇന്ത്യക്കും അതുപോലെ തന്നെ ഇന്ത്യ തിരിച്ച് റഷ്യയ്ക്കും ഒരു സഹായവും സഹകരണവും നൽകുന്നത് എത്രമാത്രം ശക്തമാകും എന്നതിൻ്റെ തീരുമാനവും കൂടി ആയി മാറുകയാണ്. ജനസേവനത്തിനായി ജീവിതം മാറ്റിവെച്ച ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും പുടിൻ്റെ അഭിനന്ദനവും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് ലഭിക്കുകയുണ്ടായി. നരേന്ദ്രമോദിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് 3ാമതും പ്രധാനമന്ത്രി പദത്തിലെത്താൻ കാരണമെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ പ്രശംസ. 60 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരേ സർക്കാർ തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വരിക എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഭാരതത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയങ്ങൾ, ആ നയങ്ങളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമാണ് വിജയം എന്ന നരേന്ദ്രമോദിയുടെ വിനയപുരസ്സരമുള്ള മറുപടി. റഷ്യൻ പ്രസിഡന്റ് നൽകിയ വിരുന്നിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. 2 നേതാക്കളും വിശദമായ ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന്, അതായത് ചൊവ്വാഴ്ച നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ രാജ്യ സന്ദർശനവും ഭാരതത്തിലെ ജനങ്ങൾക്ക് അഭിമാനവും യശസ്സും ആഹ്ലാദവും ഒക്കെ ഉണ്ടാക്കുന്ന പര്യടനങ്ങളായി മാറുകയാണ്. അതിൽ ഒരുപാട് സന്ദർശനങ്ങൾ അദ്ദേഹം ഇതുവരെ മറ്റു രാജ്യങ്ങളുമായി, മറ്റു വിദേശ രാജ്യങ്ങളുമായി, വിദേശ നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലുമൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ അഭിമാനവും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സും ഉയരുന്ന കാഴ്ചകളാണ് കണ്ടത്. റഷ്യയിലും ആ പതിവ് തെറ്റിക്കുന്നില്ല. റഷ്യയിലും ഭാരതത്തിന് ഖ്യാതി നൽകിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.